Hi friends, today we are discussing about the topic compensation or wage and salary administration. We are familiar with the terms, but as an introduction, we start with the word itself. What do you mean by compensation or what do you mean by wage and salary? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതായ എംപ്ലോയിക്ക് അവൻ ആ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന വർക്കിന് പ്രതിഫലമായി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷനെ അല്ലെങ്കിൽ അവൻ എന്തൊന്നാണോ ഓർഗനൈസേഷനിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ ആ എംപ്ലോയിക്ക് കൊടുക്കുന്നതായ വേജ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത്. സോ കോമ്പൻസേഷൻ ഓർ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഈ തരത്തിൽ കൊടുക്കുന്നതായ റിട്ടേൺ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. കാരണം ഈ തരത്തിൽ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഓർഗനൈസേഷനിൽ എംപ്ലോയിയെ സക്സസ്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നതായ ഒരുപാട് ബെനിഫിറ്റുകൾ അറ്റൈൻ ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. സോ wage and salary administration or compensation management or compensation administration എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്നതായ ബെനിഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ ഡെഫിനിഷനാണ്. According to S.P. Robbins, the term compensation administration or wage and salary administration denote the process of managing a company's compensation program. അതായത് ഒരു കമ്പനിയുടെ കോമ്പൻസേഷൻ പ്രോഗ്രാം മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ ആണ് എന്ത് എന്ന് പറയുന്നത് compensation management or compensation administration or wage and salary administration എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്നതായ കോമ്പൻസേഷനെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോമ്പൻസേഷൻ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് അവന് എത്ര രൂപയാണോ വേജ് ആയിട്ട് അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടുന്നത് ആ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് അവൻ ആ വർക്ക് ചെയ്തതിന് പ്രതിഫലമായിട്ട് particular amount of returns in terms of money he get from the organization. Then the next one, indirect compensation. Indirect compensation എന്ന് പറഞ്ഞാൽ in terms of money അല്ലാതെ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തതിന് പകരമായിട്ട് എംപ്ലോയിക്ക് എന്തൊക്കെ കിട്ടുന്നോ, ഓക്കെ, അതായത് കാഷ്വൽ ലീവ്, ട്രാവലിംഗ് അലവൻസ്, പെയ്ഡ് ഹോളിഡേയ്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, ഇൻഡയറക്റ്റ് കോമ്പൻസേഷന് എക്സാമ്പിൾസ് ആണ്. സോ ഇങ്ങനെ രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, കോമ്പൻസേഷനെ പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോമ്പൻസേഷൻ, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. Then we are thinking about the objectives. Here we are discussing about
the major objectives of compensation administration. First one, establish fair and equitable system of remuneration. അതായത് ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ സിസ്റ്റം ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനെങ്കിൽ എന്ത് ആവശ്യമാണ്? കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആവശ്യം ആണ്. അതിനകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫെയർ ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഈ തരത്തിൽ ഫെയർ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടുമുള്ള ഒരു റെമ്യൂണറേഷൻ സിസ്റ്റം ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അട്രാക്ട് കോമ്പിറ്റന്റ് പേഴ്സണൽ. ആ ഓർഗനൈസേഷനിലേക്ക്, ആ ഓർഗനൈസേഷനിലെ ജോലികൾ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന, നല്ല ഒരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സൊസൈറ്റിയിലെ ക്വാളിഫൈഡ് പേഴ്സൺസ് എപ്പോഴും ഒരു ഡെഡിക്കേഷൻ കാണിക്കും. അതേസമയം അത്ര നല്ല ഒരു സാലറി പാക്കേജ് ഉള്ള ഓർഗനൈസേഷനിലല്ല എങ്കിൽ ഇത്രയും നല്ല പേഴ്സണലിനെ ആ ഓർഗനൈസേഷനിലേക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിറ്റൈൻഡ് പ്രസന്റ് എംപ്ലോയീസ്. ആ ഓർഗനൈസേഷനിലുള്ളതായ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്തണമെങ്കിൽ അവർക്ക് ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഈ ഇക്വിറ്റബിലിറ്റിയുടെ പ്രത്യേകത വരുന്നത്. നമ്മളെക്കാളും കേപ്പബിൾ അല്ലാത്ത ഒരു എംപ്ലോയിക്ക്, അതായത് നമ്മളുടെ അത്രയും തന്നെ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷൻ നമ്മൾക്ക് തരുന്നതിനേക്കാൾ ബെറ്റർ റെമ്യൂണറേഷൻ കൊടുത്താൽ നോർമലി നമ്മൾ എന്താകും? ഡീമോട്ടിവേറ്റഡ് ആകും. കാരണം എന്താ? അവിടെ ഒരു ഇക്വിറ്റബിലിറ്റി ഇല്ല. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടിന് അനുസരിച്ചുള്ള ഔട്ട്പുട്ടും മറ്റേ വ്യക്തി പ്രൊവൈഡ് ചെയ്യുന്നതായ ഇൻപുട്ടിന് അനുസരിച്ച് അവന് കിട്ടുന്നതായ ഔട്ട്പുട്ടും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഇക്വിറ്റബിലിറ്റി ഇല്ലാതെ വരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഡീമോട്ടിവേറ്റഡ് ആകുകയും നമ്മൾ ആ ഓർഗനൈസേഷനിൽ നിന്ന് മറ്റ് ഓർഗനൈസേഷനിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ് റിസൈൻ ചെയ്ത് ബെറ്റർ ഓർഗനൈസേഷൻസിലേക്ക് പോകാനുള്ള ഒരു കാരണം. അത് വരാതെ ഓർഗനൈസേഷനിലെ എക്സിസ്റ്റിംഗ് കോമ്പിറ്റന്റ് എംപ്ലോയീസിനെ അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിലും എന്ത് വേണം? ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ സിസ്റ്റം വേണം. അത് വേണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. Then improve the productivity of the organization. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പ്രോപ്പർ കോമ്പൻസേഷൻ മാനേജ്മെന്റ് അത്യാവശ്യം ആണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എന്താകും? മോട്ടിവേറ്റഡ് ആകും. ഈ മോട്ടിവേഷൻ എംപ്ലോയീസിനെ കൂടുതൽ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും, അങ്ങനെ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ വർക്കിലൂടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി കൂടാനും ഉള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും.
Then the next objective എന്ന് പറയുന്നത് to control administrative and labor cost. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലേബർ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് നിർത്താനായിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ അല്ലെങ്കിൽ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷനിലൂടെ സാധിക്കുന്നു. അതായത് ആവശ്യമുള്ള റെമ്യൂണറേഷൻ മാത്രം എംപ്ലോയീസിന് കൊടുക്കുക, കൂടുതൽ സാലറി കൊടുത്തിട്ട് കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള സാലറി പാക്കേജ് ആയിരിക്കണം. അതിനകത്ത് എംപ്ലോയി എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലുള്ളതായ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിലൂടെ ആ എംപ്ലോയിയെ മോട്ടിവേറ്റഡ് ആക്കി ഓർഗനൈസേഷനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യിക്കുകയും അതിലൂടെ ഓർഗനൈസേഷന് പുതിയ എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതോ അവരെ സെലക്ട് ചെയ്യേണ്ടതോ അവരെ ട്രെയിൻ ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ട് വരുന്നതായ എക്സ്പെൻസുകൾ ഒഴിവാക്കാനും ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് പെർ യൂണിറ്റ് ലേബർ കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ഓർഗനൈസേഷന് സാധിക്കും. അവിടെയും കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷനിലൂടെ അറ്റൈൻ ചെയ്യപ്പെടുന്ന ബെനിഫിറ്റ് ആണ് ഇത്, അല്ലെങ്കിൽ ഇതിലൂടെ അറ്റൈൻ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നതായ ഒബ്ജക്റ്റീവ് ആണിത്. Then improve relation with the trade union. What should be the purpose of a trade union? ട്രേഡ് യൂണിയൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രോപ്പർ പർപ്പസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ വെൽഫെയർ ആണ്. ഈ തരത്തിൽ എംപ്ലോയീസിന് ഒരു വെൽഫെയർ ഒക്കെ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിവിങ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. അതിന് എംപ്ലോയീസിന് എന്താവശ്യമാണ്? റിട്ടേൺ അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആവശ്യം ആണ്. പ്രോപ്പർ ആയിട്ടുള്ള വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനിലൂടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതായ എംപ്ലോയീസിന് കൃത്യമായ ലെവലിൽ അവർ കൊടുക്കുന്നതായ ഇൻപുട്ട്, അതായത് അവിടുത്തെ വർക്കിനനുസരിച്ച് അവർക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവുന്നു. ഈ എംപ്ലോയീസ് അടങ്ങുന്നതായ ട്രേഡ് യൂണിയനും അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നു. സോ ഈ തരത്തിൽ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യപ്പെട്ടാൽ എന്ത് നടക്കുന്നു? ട്രേഡ് യൂണിയനുമായിട്ടുള്ള റിലേഷൻ ഒരു ബെറ്റർ റിലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കുന്നു. Then the next one എന്ന് പറയുന്നത് ബെറ്റർ പബ്ലിക് ഇമേജ് ടു ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ സൊസൈറ്റിയിൽ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ബെറ്റർ സാലറി കൊടുക്കുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് പുറത്തു പോവുകയും അവര് സൊസൈറ്റിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ കമ്പനിയെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നോർമലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു നല്ല ഇമേജ് ആരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ബെറ്റർ പബ്ലിക് ഇമേജ് ഓർഗനൈസേഷന് അറ്റൈൻ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പ്രോപ്പർ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. Then we are looking into the principles of compensation administration. First one, the compensation administration should be view the interest of the employees, consumers and society. കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്
എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ 4 ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യണം. എംപ്ലോയേഴ്സ്, അതായത് ആ ഓർഗനൈസേഷന്റെ ഉടമസ്ഥർ. എംപ്ലോയീസ്, ആ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ്. കൺസ്യൂമേഴ്സ്, ആ ഓർഗനൈസേഷനിലെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങി യൂസ് ചെയ്യുന്നതായ ആൾക്കാർ. ദെൻ ദ സൊസൈറ്റി, ഏത് സൊസൈറ്റിയിലാണോ ആ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്, ആ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിനെയും നമ്മൾ കണക്കെടുക്കണം. അതിനനുസരിച്ച ഒരു സാലറി പാക്കേജ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ സിസ്റ്റം ആയിരിക്കണം ഇവിടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. Then the second one, the compensation system should clearly state in writing to ensure uniformity and consistency. ഒരു യൂണിഫോമിറ്റിയും ഒരു കൺസിസ്റ്റൻസിയും, അതായത് ഓർഗനൈസേഷനിലെ എല്ലാ തലങ്ങളിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് വരുന്നത്, ഈ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്ത് വരുന്നത്. വേർതിരിവുകൾ, വിവേചനങ്ങൾ പാടില്ല. അതായത് ഒരു എംപ്ലോയിയോട് ഒരു ഫേവറിറ്റിസമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനോട് ഒരു ഫേവറിറ്റിസമോ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനോട് ഒരു നിഷേധാത്മകമോ ആയ രീതി ഇവിടെ പാടില്ല. കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷനകത്ത് പാടില്ല എന്ന് മാത്രമല്ല, ഇതിനൊരു കൺസിസ്റ്റൻസിയും ഉണ്ടായിരിക്കണം, ഒരു തുടർച്ചയും ഉണ്ടായിരിക്കണം. അല്ലാതെ വൺ ടൈം ആക്ടിവിറ്റി അല്ല. ഓക്കെ, അതായത് എങ്ങനെയാണോ ഇതിന്റെ വരുന്നത് അതിനൊരു കണ്ടിന്യൂറ്റി, ഒരു ലോങ് ടൈം കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. Then the next one, it should be flexible to accommodate price level changes, general economic policy, government rules and regulations. അതായത് ഈ പറയുന്നതായ ഫാക്ടേഴ്സിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇട്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. നമുക്കറിയാം ഓരോ സമയത്തും എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസുകൾക്കകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് പ്രസന്റ് സിറ്റുവേഷനിലും COVID-19 റിലേറ്റ് ചെയ്തിട്ടുള്ളതായ ഒരുപാട് പ്രോബ്ലംസ് ഒക്കർ ചെയ്യപ്പെടുന്നുണ്ട്. അതിലൂടെ പലതരത്തിലുള്ളതായ എക്കണോമിക് ക്രൈസിസുകൾ, ആ ക്രൈസിസ് ഓവർകം ചെയ്യാനായിട്ടുള്ളതായ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ളതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറ്റ് പ്രസന്റ് സിറ്റുവേഷനുകളിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്നതായ ഗവൺമെന്റ് റെഗുലേഷൻസുകൾക്കകത്ത് അല്ലെങ്കിൽ റൂൾസിനകത്ത് അല്ലെങ്കിൽ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസിനകത്ത് ഒക്കെ വരുന്നതായ ചേഞ്ചസിനനുസരിച്ച്, പ്രോഡക്റ്റിന്റെ പ്രൈസ് ലെവലിനകത്ത് വരുന്നതായ ചേഞ്ചസിനനുസരിച്ച് എവിടെയും മാറ്റങ്ങൾ വരുത്തണം. കോമ്പൻസേഷൻ സിസ്റ്റത്തിനകത്തും മാറ്റങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയോട് കോപ്പപ്പ് ചെയ്ത് നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതിനുള്ള ഒരു പോസിബിലിറ്റി ഇട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. Then the fourth point is the compensation administration should be agree with the objectives and overall policies of the company. കമ്പനിയുടെ ടോട്ടൽ പോളിസീസിന്റെ ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്,
കോമ്പൻസേഷൻ പോളിസീസ് എന്ന് പറയുന്നത്. സോ കമ്പനിയുടെ ഒബ്ജക്റ്റീവിനോടും കമ്പനിയുടെ ഓവറോൾ പോളിസീസിനോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം ആ കമ്പനിയിലെ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റിയും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. Okay, next principle is the organizational compensation package or compensation policy should formulate as a joint effort of management and employees representatives. മാനേജ്മെന്റും എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സും കൂടി ചേർന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷന്റെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. മാനേജ്മെന്റ് മാത്രമായിട്ട് കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്താൽ അതിൽ പല തരത്തിലുള്ളതായ പോരായ്മകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോമ്പൻസേഷൻ പാക്കേജ് ഫിക്സ് ചെയ്യുന്നതിനകത്ത് മാനേജ്മെന്റും അതോടൊപ്പം എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷനും എൻഷുർ ചെയ്തിരിക്കണം. Then it should be simple enough to administrate. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആക്കി കളയരുത്. വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് കണ്ടാലും മനസ്സിലാക്കാവുന്നതും എന്താണ് റീസൺസ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതും അത് അണ്ടർസ്റ്റുഡ് ആക്കാവുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പോളിസി കോമ്പൻസേഷൻ പോളിസി നോട്ട് പ്രിൻസിപ്പിൾസ് കോമ്പൻസേഷൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. An adequate database should be maintained for future reference. Organizational compensation activity കോമ്പൻസേഷൻ പോളിസീസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായ ഡേറ്റാബേസും അത് എന്തുകൊണ്ട് ആ തരത്തിലുള്ളതായ ഒരു കോമ്പൻസേഷൻ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഫർദർ ഇൻഫർമേഷൻസും എല്ലാം അവിടെ കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത തവണയും കോമ്പൻസേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത പോയിന്റ് പറയുമ്പോഴത്തേക്കിനും മനസ്സിലാവും. കാരണം ഈ കോമ്പൻസേഷൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എൻറ്റയർ ഓർഗനൈസേഷന്റെ ലൈഫ് പീരീഡിലേക്കല്ല. അതിന് പീരിയോഡിക്കലായിട്ട് എന്ത് വരണം? ചേഞ്ചസ് വരണം. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. The wage and salary structure should be revised and reviewed periodically in accordance with the changing needs. സൊസൈറ്റിയിൽ ഒക്കർ ചെയ്യപ്പെടുന്നതായ നീഡ് ചേഞ്ചസിനനുസരിച്ച് കോമ്പൻസേഷൻ സ്ട്രക്ചർ ഓർ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി ഇഫക്റ്റീവ് ആകത്തുള്ളൂ. ഇത്രയുമാണ് ഇതിനകത്തുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനകത്ത് പറയുന്ന പ്രധാന പോയിന്റ്സ്. നെക്സ്റ്റ് we are discussing about factors influencing compensation level. അതായത് ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കുന്നതായ സാലറി പാക്കേജ് എത്രയായിരിക്കും എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ
നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6 ഫാക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ വർക്കേഴ്സ്. ഡിമാൻഡ് വളരെ കൂടുതലും, അതായത് ആവശ്യം വളരെ കൂടുതലും അത്രയ്ക്ക് തന്നെ അവൈലബിലിറ്റി ഇല്ലാത്തതുമായ തരത്തിലുള്ളതായ എംപ്ലോയീസ് ആണ് ഓർഗനൈസേഷന് ആവശ്യം എങ്കിൽ ആ സാഹചര്യത്തിൽ ഓർഗനൈസേഷൻ ഒരു ഹൈ സാലറി പാക്കേജ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും? എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഡിമാൻഡ് കുറവും സപ്ലൈ എക്സസും ആണെങ്കിൽ, അതായത് ഒരുപാട് പേരെ കിട്ടാനുണ്ട് എന്നാൽ അത്രയും പേരെ ആവശ്യമില്ലാത്തൊരു സാഹചര്യമാണ് ഓർഗനൈസേഷനിൽ ഉള്ളത് എങ്കിൽ അവിടെ സാലറി പാക്കേജ് കുറവ് ആയിരിക്കും. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് വൺ ഓഫ് ദ മേജർ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ കോമ്പൻസേഷൻ ലെവൽ. Then the next one എന്ന് പറയുന്നത് ബാർഗെയിനിങ് കപ്പാസിറ്റി. ആ കമ്പനിയിലെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി എത്രമാത്രമാണ്? നമുക്കറിയാം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ they have a very strong trade union. അതുകൊണ്ട് തന്നെ അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവര് ഗവൺമെന്റിനോട്, അതായത് ഗവൺമെന്റ് ആണ് അവിടെ എന്തായിട്ട് വരുന്നത്? എംപ്ലോയർ ആയിട്ട് വരുന്നത്. ഗവൺമെന്റിനോട് ബാർഗെയിൻ ചെയ്യുകയും അവർ കൂടുതൽ ബെനിഫിറ്റ് അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാത്ത സെക്ടറുകളാണെങ്കിൽ അവിടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതായ സാലറി വാങ്ങി ജോലി ചെയ്യേണ്ടതായിട്ട് പലപ്പോഴും എംപ്ലോയീസിന് വരാറുണ്ട്. Then the next one എന്ന് പറയുന്നത് എബിലിറ്റി ടു പേ. അതായത് ഓർഗനൈസേഷന്റെ എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി, എത്ര രൂപ കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതായ 2 ഫേമുകൾ, MRFും മറ്റേതെങ്കിലും ഒരു ചെറിയ ടയർ മാനുഫാക്ചറിങ് ഫേം നോക്കിയാൽ MRFിലെ എംപ്ലോയീസിന് കമ്പാരിറ്റീവ്ലി സാലറി കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം they are well established firms. സോ അവരുടെ പേയിങ് കപ്പാസിറ്റി കൂടുതലാണ്, അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൂടുതൽ സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചെറിയ ടയർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. സോ എബിലിറ്റി ഓഫ് ദ ഫേം ടു പേ ദ സാലറി ഈസ് എ major factor influencing the compensation level in that particular firm. Then cost of living allowances അല്ലെങ്കിൽ cost of living or dearness allowance, DA എന്ന് നമ്മൾ പറയും. ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ജീവിക്കാൻ വേണ്ടി വരുന്നതായ എക്സ്പെൻസിനെ ബേസ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എംപ്ലോയീസിന്റെ സാലറിക്കകത്ത് ഈ DA അലവൻസ് വേരിയേഷൻ വരുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അവനവിടെ നോർമൽ ലൈഫ് ജീവിക്കാനായിട്ട് ആവശ്യമായി വരുന്ന എമൗണ്ടിന്റെ ഒരു പകുതി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയിൽ വളരെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം ലിവിങ് എക്സ്പെൻസ് രണ്ടിടത്തും 2 ആണ്. സോ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ ബേസിസിൽ, അവിടുത്തെ ജീവിത ചെലവുകളുടെ ബേസിസിൽ കമ്പനികൾ പലപ്പോഴും ഈ DA അലവൻസ് എംപ്ലോയീസിന് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാറുണ്ട്. Then prevailing wage system, that is the another major factor influencing compensation level.
പ്രിവെയിലിംഗ് വേജ് സിസ്റ്റം. അതായത് ഒരേ തരത്തിലുള്ളതായ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നതായ സാലറി പാക്കേജ് എത്രയാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, നമ്മുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരേ തരത്തിലുള്ളതായ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് കമ്പനികളെല്ലാം 25,000 rupees സാലറി കൊടുക്കുകയും ഈ പർട്ടിക്കുലർ ഫേം 10,000 rupees സാലറി ആയിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്താൽ കമ്പനിയുടെ ഫോക്കസിൽ ഉള്ളതായ യാതൊരു ഗോളുകളും അറ്റൈൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷനകത്ത് പറഞ്ഞിരിക്കുന്നതായ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിവെയിലിംഗ് വേജ് സിസ്റ്റം നിയർ ബൈ സിമിലർ ഓർഗനൈസേഷൻ എത്ര രൂപയാണ് സാലറി കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു ബേസും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ സാലറി പാക്കേജിനെ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. Then state and central government regulations. ഓരോ ഇൻഡസ്ട്രികളിലെയും സാലറി പാക്കേജ് എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പലതരത്തിലുള്ളതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മിനിമം വേജസ് ആക്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്, കമ്പനീസ് ആക്ടിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളതായ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും കൂടെ കണക്കെടുത്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കോമ്പൻസേഷൻ ലെവല് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റ്. പ്രധാനമായിട്ടും 2 മെത്തേഡ്സ് ആണ് ഒരു ഓർഗനൈസേഷന്റെ വേജ് പേയ്മെന്റിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം ബേസ്ഡ് സിസ്റ്റം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീസ് ബേസ്ഡ് സിസ്റ്റം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ടൈം ബേസ്ഡ് സിസ്റ്റം. ടൈം ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന്റെ വർക്കിംഗ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്തു, the time the worker has spent in the organization in relation with their work, that is known as time based system. അപ്പം എംപ്ലോയിയുടെ സാലറി അല്ലെങ്കിൽ വേജ് എത്ര സമയം ആ ഓർഗനൈസേഷനിലെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ടൈം ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിക്സ് ചെയ്യാണ് 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് 200 rupees. അപ്പം 10 hours വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് 10 into 200 2000 rupees എന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. 8 hours വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് 8 into 200 1600 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എംപ്ലോയി എത്രമാത്രം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സോ അങ്ങനെ എത്ര സമയം ആ എംപ്ലോയി ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് എംപ്ലോയിയുടെ സാലറി പാക്കേജ് ഫിക്സ് ചെയ്യുന്നതിനെ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ടൈം ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. Then the next one എന്ന് പറയുന്നത് പീസ് ബേസ്ഡ് സിസ്റ്റം. It should be purely based on productivity. Okay, based on production, irrespective of time that the employee spend in the organization. അതായത് എത്ര സമയം ആ ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പീസ് ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളിവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ആ എംപ്ലോയി എത്ര മാത്രം പ്രൊഡ്യൂസ് ചെയ്തു ഇന്ന ദിവസം അല്ലെങ്കിൽ ആ വർക്കിങ്ങിനകത്ത്
അതിനെ ബേസ് ചെയ്തുകൊണ്ട് എംപ്ലോയിയുടെ സാലറി പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 25 റുപ്പീസ്. 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത എംപ്ലോയിക്ക് 50 × 25 750 റുപ്പീസ് കിട്ടുന്നു. സോറി, നോട്ട് 750, 50 × 25 1250 റുപ്പീസ് കിട്ടുന്നു. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം 100 × 25 2500 റുപ്പീസ് കിട്ടുന്നു. ആ രീതിയിൽ നമ്മൾ എംപ്ലോയിയുടെ വേജ് ഫിക്സ് ചെയ്ത് എംപ്ലോയീസിന് വേജ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് പറയുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട 2-3 ടേമുകളുണ്ട്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. വേജ് സാലറി, വേജ് ലെവൽ, വേജ് സ്ട്രക്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ we are looking into the first one, that is wage. General terms ൽ വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പൻസേഷൻ കാറ്റഗറിയിൽ പറയുന്ന കണ്ടന്റ് ആണ്. അതായത് wage in a general terms refers to direct monetary compensation. It is also used specifically to refer to payment to hourly rated production and service workers. അതായത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര പീസ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നോക്കി ഓരോ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ റെമ്യൂണറേഷൻ കൊടുത്തു വിടുന്നതായ എംപ്ലോയീസിന്റെ കേസിൽ നമ്മൾ ജനറൽ ടേംസിൽ പറയുന്ന ഡയറക്റ്റ് മോണിറ്ററി കോമ്പൻസേഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് സാലറി. Salary refers to weekly or monthly rated pay to clerical, administrative and professional employees. Professional employeesന് അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്കേഴ്സിന് ഒക്കെ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ പേ ചെയ്യുന്നതായ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് വേജും സാലറിയും രണ്ടും സെയിം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേജും സാലറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ആ വ്യത്യാസമാണ് നമ്മളിപ്പം പറഞ്ഞത്. Then the next one എന്ന് പറയുന്നത് wage level. The wage level represent the money an average worker make in a geographical area or in his organization. അതായത് ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു നോർമൽ വർക്കർക്ക് ഇത്ര സമയത്തെ വർക്കിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് ലെവൽ ഓഫ് മണിയെ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, വേജ് ലെവൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ ഇത്ര മണിക്കൂർ നേരം വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ആവറേജ് എംപ്ലോയിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായ മണിയെ ആണ്, ക്യാഷിനെ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വേജ് ലെവൽ എന്ന് പറയുന്നത്. Then we are discussing about wage structure. The term wage structure is used to describe the wage relationship with a particular grouping. The grouping can be according to occupation or organization, such as wage structure of mechanics, carpenters, welders, electricians,
എക്സെട്ര. അതായത് ഈ പറയുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനും ആ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം ഇൻകം അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതിനകത്ത് പറയുന്നത്, ബേസ് സ്ട്രക്ചറിനകത്ത് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിലൂടെ കാർപ്പന്റർ വർക്കേഴ്സിന് ഒരു ദിവസം എത്ര രൂപ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു വെൽഡർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 8 മണിക്കൂർ വർക്കിങ്ങിലൂടെ എത്ര രൂപ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ആ ഓർഗനൈസേഷനിലെ ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് കോമ്പൻസേഷൻ ഓർ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വളരെ ബ്രീഫ് ആയിട്ട് പറയാനുള്ളത്. മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റ് ഒക്കെ നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് മാത്രമായിട്ടുള്ള സെഷനിൽ അതിനെക്കുറിച്ച് നമുക്കത് സംസാരിക്കാം. അപ്പം കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷൻ, വേജ്, സാലറി, വേജ് ലെവൽ, വേജ് സ്ട്രക്ചർ, ഈ ടേമുകൾ, അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, then principles of compensation administration, methods of wage payment എന്ന് പറയുന്നതായ ടോപ്പിക്കുകളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.